ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. നിരവധി തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 61 ഒഴിവ്, മെസ്സ് സ്റ്റാഫിലേക്ക് 47 ഒഴിവ്, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറിലേക്ക് 7 ഒഴിവ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 49 ഒഴിവ്, ലോണ്ടറി മാനിലേക്ക് 9 ഒഴിവ്, കുക്കിലേക്ക് 38 ഒഴിവ്, ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് 2 ഒഴിവ്, ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് 11 ഒഴിവ്, സ്റ്റോർ കീപ്പറിലേക്ക് 3 ഒഴിവ്, പെയിൻറ്ററിലേക്ക് 4 ഒഴിവ്, കുക്കിലേക്ക് 3 ഒഴിവ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡിലേക്ക് 4 ഒഴിവ്, വാർഡ് സഹായിയിലേക്ക് 1 ഒഴിവ്, കാർപ്പൻ്ററിലേക്ക് 3 ഒഴിവ്, സ്റ്റോറിലേക്ക് 3 ഒഴിവ്, ഫയർമാനിലേക്ക് 8 ഒഴിവ് എന്നിങ്ങനെ ഇത്രയും തസ്തികയിലേക്കാണ് ടോട്ടലായിട്ട് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ തസ്തികയ്ക്കൊക്കെ എവിടെയൊക്കെയാണ് ഒഴിവ് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, മെസ്സ് സ്റ്റാഫ് തസ്തികയ്ക്ക് മാത്രം 48 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഈ 48 ഒഴിവ് ഏതൊക്കെ സ്റ്റേഷൻ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഏതൊക്കെ സ്റ്റേഷനിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നോക്കി കഴിഞ്ഞാൽ മെസ്സ് സ്റ്റാഫ് 1ലേക്ക് ഒരു UR കാറ്റഗറി മീൻസ് ജനറൽ കാറ്റഗറിയാണ്. 2 മെസ്സ് സ്റ്റാഫ് OBC കാറ്റഗറിക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. മൂന്നാമത്തത് EWS വിഭാഗത്തിന് ഒരു വേക്കൻസി. അങ്ങനെ പിന്നെ അപ്പോൾ അതിനകത്ത് MTS വിഭാഗത്തിനാണെങ്കിൽ PH പെടുന്നവർക്ക് വേക്കൻസി വന്നിട്ടുണ്ട്, MTS UR കാറ്റഗറിക്ക്. അപ്പോൾ ഇതിനകത്ത് എല്ലാ വിഭാഗക്കാർക്കും, ഒരുവിധം മിക്ക വിഭാഗക്കാർക്കൊക്കെ ഒഴിവ് വന്നിട്ടുണ്ട്. PH വരുന്നവർ, SC വരുന്നുണ്ട്, ST വിഭാഗക്കാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി പെടുന്നവർക്കൊക്കെ ഒഴിവ് വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ജോലിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മിക്ക വിഭാഗക്കാർക്കും വേക്കൻസി വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം. അതായത് ഇതിനകത്ത് അംഗവൈകല്യമായിട്ടുള്ളവർക്കും പ്രത്യേക വേക്കൻസി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക്, SCക്ക്, STക്ക്, OBC കാറ്റഗറിക്കുള്ളവർ, പിന്നെ PH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. HH അതായത് ഹിയറിംഗ് ഹാൻഡിക്രാഫ്റ്റ്, അതായത് ചെവി കേൾവി കുറവുള്ളവർ, അതുപോലെ തന്നെ EWS വിഭാഗത്തിൽ പെടുന്നവർ. അപ്പോൾ അംഗവൈകല്യമായിട്ടുള്ളവർക്കൊക്കെ പ്രത്യേക ഒഴിവുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ വിധവകളായിട്ടുള്ളവർക്കും അവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധ വിഭാഗക്കാർക്കൊക്കെ ഇതിനകത്ത് അപേക്ഷിക്കാനുള്ള ഒഴിവുകളൊക്കെ വന്നിട്ടുണ്ട്. മൊത്തം ടോട്ടലായിട്ട് 255 ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 18,000 രൂപ മുതൽ 25,500 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ഒരുപാട് മറ്റുള്ള കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെ ആ ചെറിയ ജോലിയായാലും ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ മാസത്തിൽ നല്ല ശമ്പളം തന്നെ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്നുണ്ട്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. MTS അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക്, മെസ്സ് സ്റ്റാഫ് തസ്തികയിലേക്ക്, ലോണ്ടറി മാനിലേക്ക്, വാർഡ് സഹായികയിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള തസ്തികയ്ക്കൊക്കെ, ഈ പറഞ്ഞ തസ്തികയിലൊക്കെ അപേക്ഷിക്കുന്നവർക്കുള്ള യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. അത് 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മാത്രം മതി. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക്, LDCയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഏകദേശം മിനിറ്റിൽ ഏകദേശം 30-35 വേർഡ്സൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം ഇംഗ്ലീഷിൽ. അപ്പോൾ 12ാം ക്ലാസ് യോഗ്യതയും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ മെക്കാനിക്കൽ ഫീൽഡിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അതായത് വണ്ടി കുറച്ചൊക്കെ ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. ഡ്രൈവിംഗ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. 2 വർഷം ഈ വണ്ടിയൊക്കെ നല്ല ഓടിച്ച് നല്ല പരിചയമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക്
ഈ പറഞ്ഞ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് കുക്ക് തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ പാചക സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ ഏതെങ്കിലും പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഡിപ്ലോമ ഇൻ കാറ്ററിങ്ങോ അല്ലെങ്കിൽ 1 ഇയർ ഈ ഫീൽഡിന് കുക്കിംഗ് സംബന്ധമായിട്ട് ഏതെങ്കിലും പാചക ഫീൽഡുകളിൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് അവിടെയൊക്കെ ഏതെങ്കിലും പാചക സംബന്ധമായിട്ട് നല്ല കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് യോഗ്യതയും പാചകം നല്ലപോലെ അറിയാമെങ്കിൽ ഈ പറഞ്ഞ കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ്. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഹിന്ദി ടൈപ്പ് ചെയ്യാനുള്ള നല്ല സ്പീഡൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. മിനിറ്റിൽ ഏകദേശം 25-30 വേർഡ്സൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ ഹിന്ദി ടൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിലും 12ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് സ്റ്റോർ കീപ്പർ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ സ്റ്റോർ കീപ്പർ സംബന്ധമായിട്ടുള്ള ഫീൽഡുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് 12ാം ക്ലാസ് യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് പെയിൻറ്റർ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് യോഗ്യത ഇല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ പെയിൻറ്റർ ഫീൽഡിനെ കുറിച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അതായത് അതിനുള്ള ട്രേഡ് പഠിച്ചിട്ടുള്ളവരോ നല്ലതുപോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് പെയിൻറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ 10 മിനിറ്റിൽ 80 വേർഡ്സ് പെർ മിനിറ്റിൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ 50 മിനിറ്റ്സിൽ അത് ഇംഗ്ലീഷിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് കാർപ്പൻ്റർ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ കാർപ്പൻ്റർ ഫീൽഡിനെ കുറിച്ചുള്ള ട്രേഡൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതായത് ആശാരി പണിയൊക്കെ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ കാർപ്പൻ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് സ്റ്റോർ സൂപ്രണ്ട് തസ്തികയാണ്. അതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സ്റ്റോർ സൂപ്രണ്ട് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റത്തെ തസ്തിക ഫയർമാൻ തസ്തികയാണ്. അതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഫയർ സർവീസിനെ കുറിച്ചൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അത് ഏതെങ്കിലും അതിനെക്കുറിച്ചുള്ള ട്രേഡൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയും അതിൻ്റെ ട്രേഡൊക്കെ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രത്യേക ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 81.5 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് എക്സ്പാൻഷൻ ആണെങ്കിൽ 85 സെൻറ്റിമീറ്റർ ഉണ്ടാകണം. വെയിറ്റ് മിനിമം 50 കിലോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫയർമാൻ തസ്തികയ്ക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. മറ്റുള്ള തസ്തികകൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അവർ ചോദിച്ചിട്ടില്ല. ഫയർമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മാത്രം ഫിസിക്കൽ ടെസ്റ്റ് യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം 18 വയസ്സ് തൊട്ട് 25 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള മറ്റുള്ള വിഭാഗക്കാർക്കൊക്കെ ഇളവുണ്ടായിരിക്കുന്നതാണ്. OBC കാറ്റഗറി ആണെങ്കിൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് 30 വയസ്സിൽ താഴെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളവർക്ക്, അതായത് ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് 10 വർഷത്തെ ഇളവൊക്കെ കൊടുക്കുന്നതായിരിക്കും. അത് VH പെടുന്നവർ, HH പെടുന്നവർ, CH പെടുന്നവർ, EWS വിഭാഗത്തിൽപ്പെടുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗക്കാർക്കാണെങ്കിൽ അവർക്ക് 10 വർഷത്തെ ഇളവ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് വിധവകളായിട്ടുള്ളവരുണ്ടെങ്കിൽ, വിധവകളെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിയമപരമായിട്ട് ഡിവോഴ്സ് ആയിട്ടുള്ളവർക്ക് അവർക്ക് പ്രായത്തിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അവർക്ക് 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡിവോഴ്സ് ആയിട്ടുള്ളവർ SC ST വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെ ഇളവ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിവോഴ്സ് ആയിട്ടുള്ളവർ പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. നിയമപരമായിട്ട് ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് അതിനുള്ള ഡിവോഴ്സ് ആയ എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗക്കാർക്കൊക്കെ പ്രത്യേക പ്രായത്തിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്.
ഈ പറഞ്ഞ മറ്റുള്ള വിഭാഗക്കാർക്കൊക്കെ ഇളവ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റേതായ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചെങ്കിൽ മാത്രമേ ഇളവ് ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കണമെങ്കിൽ അവർ ആ കാറ്റഗറി പെടുന്നവരെങ്കിൽ അവർ അതിൻ്റെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പ്രായത്തിൽ ഇളവ് ലഭിക്കുകയുള്ളൂ. ഇനി കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, മറ്റ് വിഭാഗത്തിലൊന്നും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ പറഞ്ഞ പ്രായപരിധി അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. മിനിമമായിട്ട് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയാണ്. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്കും ഈ പറഞ്ഞ തസ്തികയിലൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഒരു എഴുത്ത് പരീക്ഷ നടത്തുന്നതായിരിക്കും. അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ വീണ്ടും തിരഞ്ഞെടുത്ത് പിന്നെ അവർ സ്കിൽ ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏത് തസ്തികയ്ക്കാണോ അപേക്ഷിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ടെസ്റ്റാണ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ കുക്ക് തസ്തികയ്ക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാചകം ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയാണോ എന്നതിനെക്കുറിച്ച് പാചകം ചെയ്ത് നോക്കുന്നതായിരിക്കും. അതാണ് ഇപ്പോൾ സ്കിൽ ടെസ്റ്റ്. നിങ്ങൾ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിക്കുന്നത് ആ തസ്തികയെക്കുറിച്ചുള്ള സ്കിൽ ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ പിന്നെ യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിന് ആദ്യമേ ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളുണ്ടായിരിക്കും, 2 ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച്, 3 ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ച്, അതായത് ഇംഗ്ലീഷിൻ്റെ നോളജ് എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ച്, പിന്നെ ജനറൽ അവയർനെസ്സിനെ കുറിച്ചുള്ള നോളജ് എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ 2 ലാംഗ്വേജിലെ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഒന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതായിരിക്കും, പിന്നെ ഹിന്ദിയിൽ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതാവുന്നവർ ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ അറിയാവുന്നവർ ഹിന്ദിയിൽ എഴുതാവുന്നതാണ്. കേരളത്തിൽ നിന്നൊക്കെ അപേക്ഷിക്കുന്നവർക്കൊക്കെ മലയാളം ലാംഗ്വേജ് ആയതുകൊണ്ട് മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കത്തില്ല, അവർക്കൊക്കെ ഇംഗ്ലീഷിലേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, കാരണം ഇതിനകത്തൊക്കെ യോഗ്യത മിനിമം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സുള്ള യോഗ്യത ആയതുകൊണ്ട് തന്നെ അവർ ഒരു മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. എങ്കിലും നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം ഇത് മുൻകാലങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവരും അതിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ പഴയ ബുക്സും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പോയി എക്സാം എഴുതുമ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതാനുള്ള സാധിക്കുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴി, രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതിനകത്ത് യാതൊരു ഫീസോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 1 രൂപ പോലും നിങ്ങൾ കേന്ദ്ര സർക്കാരിന് ഫീസായിട്ട് 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. യോഗ്യരായിട്ടുള്ളവർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് സ്പീഡ് പോസ്റ്റ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ തസ്തികകൾക്കും ഒരു അഡ്രസ്സിലല്ല ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികകൾക്കും അഡ്രസ്സുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒന്ന് നെയിം ഓഫ് ദ പോസ്റ്റ് മെസ്സ് സ്റ്റാഫ് ആണെങ്കിൽ, 2 അത് ഏത് വിഭാഗക്കാർക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്, പിന്നെ ശമ്പളം എത്രയാണ്, അടുത്ത് അതിൻ്റെ നേരെ തന്നെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ ആ അഡ്രസ്സിൽ വേണം അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആദ്യം നോക്കുക. കുക്ക് തസ്തികയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ വിഭാഗക്കാർക്ക് ഒഴിവുണ്ടോ, ആ ഒഴിവുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ നേരെ ഏത് അഡ്രസ്സാണ് വരുന്നത് ആ അഡ്രസ്സിലാണ് നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അഡ്രസ്സ് മാറിപ്പോകരുത്. നിങ്ങൾ തസ്തികയുടെ നേരെ പ്രത്യേകം നോക്കിയിട്ട് വേണം അഡ്രസ്സ് എഴുതി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പോസ്റ്റിൻ്റെ കവറിൽ മുമ്പിൽ തന്നെ നിങ്ങൾ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഏത് കാറ്റഗറിയാണ്, അതുപോലെ തന്നെ ഏത് തസ്തിക. ഇപ്പോൾ കുക്ക് തസ്തികയാണെങ്കിൽ കുക്ക് എന്ന് പോസ്റ്റിൻ്റെ ഫ്രണ്ട് കവറിൽ തന്നെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ വെക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്ന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതിൻ്റെ എല്ലാം കോപ്പി വെക്കുക. പിന്നെ പ്രായം തെളിയിക്കുന്ന നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കുക. പിന്നെ ഡൊമിസിലിൻ സർട്ടിഫിക്കറ്റ് വെക്കുക. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുക. പിന്നെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വെക്കുക. കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് കാസ്റ്റാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. പിന്നെ നിങ്ങളുടെ ഫോട്ടോ, അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ആപ്ലിക്കേഷൻ്റെ ഫോമുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം. ഈ ആപ്ലിക്കേഷൻ്റെ ഫോം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ട് വേണം നിങ്ങൾ ഇത് പോസ്റ്റിനകത്ത് ഇതൊക്കെ വെച്ച് വേണം അപേക്ഷിക്കേണ്ടത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുവാനും
നല്ലതുപോലെ നീറ്റായിട്ടൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ എടുത്ത് തുറന്നു നോക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒരു ഇതൊക്കെ തോന്നുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതി പ്രത്യേകം അപേക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അപേക്ഷിക്കുമ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് 2-3 കാര്യങ്ങൾ വെക്കണം. ഒന്ന്, പാസ്പോർട്ട് സൈസിൻ്റെ ഫോട്ടോ നിങ്ങൾ ഒന്ന് ഒട്ടിച്ചാൽ മാത്രം, ഒരെണ്ണം ഒട്ടിച്ചോ, അതിനോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾ എക്സ്ട്രാ വെക്കണം. അത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അത് അല്ലാതെ എക്സ്ട്രാ വെക്കുക. പിന്നെ ഒരു സ്റ്റാമ്പ് 10 രൂപയുടെയോ 15 രൂപയുടെ സ്റ്റാമ്പും കൂടെ അതിനകത്ത് വെക്കുക. പിന്നെ ഒരു പോസ്റ്റിൻ്റെ കവറും കൂടെ ആപ്ലിക്കേഷൻ്റെ അകത്ത്, ഇതൊക്കെ അകത്താണ് വെക്കേണ്ടത്. കാരണം ഈ പോസ്റ്റ് അവിടെ ചെന്ന് എത്തിയതിന് ശേഷം അവർ തിരിച്ച് നിങ്ങൾക്ക് എക്സാമിൻ്റെ സെലക്ഷനൊക്കെ, എക്സാം എഴുതാനുള്ള സമയം സെലക്ഷന് വേണ്ടി തിരിച്ച് കാർഡ് അയക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയായിട്ടാണ് അവർ തിരിച്ച് അയക്കാൻ വേണ്ടി ഒരു പോസ്റ്റിൻ്റെ കവറും സ്റ്റാമ്പും അതുപോലെ തന്നെ ഒരു ഫോട്ടോയൊക്കെ എക്സ്ട്രാ വെച്ച് നിങ്ങൾ അയക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ്റെ ഫോമൊക്കെ പ്രിൻ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിനോട് താഴെ തന്നെ അക്നോളജ്മെൻറ്റ് കാർഡിൻ്റെ ഫോമും കൂടെ ഉണ്ട്. അത് നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. കാര്യം കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് ചെയ്തെടുക്കുക. കാര്യം ഇത് ഈ അക്നോളജ്മെൻറ്റ് കാർഡ് നിങ്ങളല്ല ഫില്ല് ചെയ്യേണ്ടത്, ഇത് അവിടുത്തെ എയർഫോഴ്സിലെ ഓഫീസർമാരാണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തിരിച്ചയക്കാനുള്ള കാർഡാണ്. അപ്പോൾ ഈ പ്രിൻറ്റും കൂടെ നിങ്ങൾ പോസ്റ്റിൻ്റെ കവറിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. കാരണം അവർ ഈ പ്രിൻ്റൊക്കെ അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കാർഡ് അയച്ചെന്നൊന്നും വരത്തില്ല. അതുകൊണ്ട് പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ ഈ സ്റ്റാമ്പ്, ഫോട്ടോ, ഈ അക്നോളജ്മെൻറ്റ് കാർഡിൻ്റെ ഒരു പ്രിൻ്റ്, ഇതെല്ലാം നിങ്ങൾ അതിനോടൊപ്പം തന്നെ വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവിടെ ചെന്ന് എത്തുമ്പോൾ അവർ തിരിച്ചൊക്കെ കാർഡ് അയക്കുകയുള്ളൂ. അല്ലെങ്കിൽ മനഃപൂർവ്വം ചിലപ്പോൾ കാർഡൊക്കെ അയക്കാതെ മനഃപൂർവ്വം മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിലൊക്കെ ജോലി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്, ഓൾ ഓവർ ഇന്ത്യ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ അറിയാം, കേരളത്തിനകത്ത് ഇതിൻ്റെ ഒഴിവൊന്നും വന്നിട്ടില്ല. കേരളത്തിൻ്റെ പുറത്താണ് മിക്ക ഒഴിവുകളും വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നല്ല ജോലിയാണ്. അതിനകത്ത് എന്നൊക്കെ ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് യുവാക്കൾക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇതിന് മറ്റ് എക്സ്ട്രാ ഫീസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോസ്റ്റിൽ അപേക്ഷിക്കുന്ന ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ മടിച്ചു നിൽക്കരുത്, നിങ്ങൾ വേഗം തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇനിയും ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടൊക്കെ അറിയണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണുന്നതായിരിക്കും. www.indianairforce.nic.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി മാസം 11-ാം തീയതി മുതൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 2021 മാർച്ച് മാസം 13-ാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളൊരു മാർച്ച് മാസം 13-ന് മുമ്പ് തന്നെ ഓഫ്ലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി നല്ല ജോലിയാണ്. അപ്പോൾ യുവാക്കളായിട്ടുള്ളവർ മാർച്ച് മാസം 13-ന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ വെച്ച് ഇതിൻ്റെ ഓഫ്ലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. പിന്നെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഇല്ലാത്തവർ നിങ്ങൾ അതിൻ്റെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അതിൻ്റെ വില്ലേജ് ഓഫീസുകളിലോ മറ്റുള്ള സ്ഥാപനങ്ങളിലോ ഗവൺമെൻറ് ഓഫീസിൽ പോയി റെഡിയാക്കുക. കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റോ മറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് കുറവായിട്ടുണ്ടെങ്കിൽ വേഗം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നിങ്ങൾ ഈ മാർച്ച് 13-ന് മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഈ ജോലിയുടെ ഇൻഫോർമേഷൻ വളരെ പ്രയോജനകരമായി തീരും. നിങ്ങൾക്ക് ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ഗവൺമെൻറ് ജോലികളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.